കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ടീച്ചറെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നൽകിയ പ്രവർത്തനം എല്ലാവരും ചെയ്തുവല്ലോ അല്ലെ? നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിച്ചു അല്ലെ? അപ്പൊ നമ്മൾക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപായി ഒരു നിമിഷം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിഷ്കളങ്കരായി ജീവിക്കാനും നീതിമാത്രം പ്രവർത്തിക്കാനും സഹോദരനെ സ്നേഹിക്കാനും അയൽക്കാരനെതിരെ അപവാദം വരുത്താതെയും അങ്ങനെ യഥാർത്ഥ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. ആമേൻ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു? ദൈവരാജ്യ സങ്കല്പം പഴയ ഉടമ്പടിയില്, അതായത് ഇസ്രായേൽ ജനതയെ മോശ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവര് ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം അവർക്ക് അനുഭവിക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചു. പിന്നെയോ കുറെ വർഷങ്ങൾക്ക് ശേഷം അവരില് മനുഷ്യരിൽ ഓരോരുത്തരിലും സ്വാർത്ഥത ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവര് പാപം ചെയ്യുവാനൊക്കെ തുടങ്ങി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? പ്രവാചകന്മാരെയൊക്കെ അയച്ചു. എങ്കിലും ആരുടെ സ്വരം അവര് ശ്രവിച്ചില്ല. പിന്നെ മനുഷ്യര് മുഴുവനും സ്വാർത്ഥത നിറഞ്ഞവരായി തീർന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു ദൈവം സ്വന്തം പുത്രനെ, ആരായിരുന്നു അത്? യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അതാണ്, ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പുതിയ നിയമം, ദൈവരാജ്യ സങ്കല്പം പുതിയ ഉടമ്പടിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് ദൈവം നമ്മളുടെ പ്രപഞ്ചത്തെയും ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യകുലത്തെയും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം തന്റെ ഏകപുത്രനെ പോലും ലോകത്തിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്റെ ഏകപുത്രനെ പോലും നൽകുവാൻ തക്കവിധം ആരെയൊക്കെ സ്നേഹിച്ചിരുന്നു? മനുഷ്യകുലത്തെയും ഈ ലോകത്തെയും അത്രമേൽ സ്നേഹിച്ചു എന്നുള്ളത്. ഇതിൽ നിന്നുമൊക്കെ നമ്മുടെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ എങ്ങനെയുള്ള അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്? ഇവിടെ നിലനിന്നിരുന്നത് മനുഷ്യോചിതമല്ലാത്ത മനോഭാവങ്ങളും പ്രവർത്തനങ്ങളും വ്യവസ്ഥിതികളും ഒക്കെ ആയിരുന്നു. ഇത് യേശുനാഥനെ വളരെയധികം വേദനിപ്പിച്ചു. അപ്പൊ യേശുനാഥൻ എന്തു ചെയ്തു? നമ്മുടെ ഈ ലോകത്തില് സന്തോഷവും നീതിയും ഒക്കെ ഉണ്ടാവാൻ, സമാധാനം ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ കാൽവരിയില് ബലിയായി സമർപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? നമ്മുടെ ഈ ലോകത്തില് ദൈവരാജ്യം രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ യേശുനാഥൻ സ്വന്തം ജീവൻ തന്നെ കാൽവരിയിൽ ബലിയായി അർപ്പിക്കേണ്ടി വന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തില് പുണ്യജീവിതം വഴി മാത്രമേ, നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? പുണ്യജീവിതം. അങ്ങനെ പുണ്യജീവിതം വഴി മാത്രമേ നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുണ്യജീവിതം വഴി മാത്രമേ നമ്മൾക്ക് ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ദൈവിക പുണ്യങ്ങള് എത്രയുണ്ടെന്ന് അറിയാം അല്ലെ? എത്രയുണ്ട്? 3. അത് ഏതൊക്കെയായിരുന്നു അത്? വിശ്വാസം, ശരണം, ഉപവി അല്ലെങ്കിൽ സ്നേഹം. അപ്പൊ ദൈവിക പുണ്യങ്ങൾ എത്രയുണ്ട്? 3. അവ ഏതെല്ലാമാണ്? വിശ്വാസം, ശരണം, ഉപവി അഥവാ സ്നേഹം. ദൈവിക പുണ്യങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? അതേപോലെ തന്നെ മൗലിക പുണ്യങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എത്രയുണ്ട് മൗലിക പുണ്യങ്ങൾ? മൗലിക പുണ്യങ്ങൾ 4. അത് ഏതൊക്കെയായിരുന്നു? വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. ഏതൊക്കെയാണ്? വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. മൗലിക പുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദൈവിക പുണ്യങ്ങൾക്ക് പുറമെ നമ്മളുടെ സുഹൃത ജീവിതം വഴി നേടാവുന്ന പുണ്യമാണ് മൗലിക പുണ്യങ്ങൾ. മനസ്സിലായോ? അതായത് ദൈവിക പുണ്യങ്ങൾക്ക് പുറമെ നമ്മളുടെ സുഹൃത ജീവിതം വഴി നേടാവുന്ന പുണ്യങ്ങളാണ് മൗലിക പുണ്യങ്ങൾ. ദൈവിക പുണ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒപ്പം തന്നെ മൗലിക പുണ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ മാനുഷിക സുഹൃതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാനുഷിക സുഹൃതങ്ങൾ അതായത് നമ്മുടെ ചിന്തയ്ക്കും വിശ്വാസത്തിനും ഒക്കെ അനുസൃതമായി മനുഷ്യൻ തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചും പ്രവൃത്തി നയിച്ചും പെരുമാറ്റം നിജപ്പെടുത്തിയും ചെയ്യുന്ന ധാർമ്മിക ധാർമ്മിക പ്രവർത്തനങ്ങളാണ് മാനുഷിക സുഹൃതങ്ങൾ എന്ന് പറയപ്പെടുന്നത്.
അപ്പൊ മാനുഷിക സുഹൃതങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലേ? എന്തായിരുന്നു? നമ്മുടെ ചിന്തയ്ക്കും വിശ്വാസത്തിനും അനുസൃതമായി മനുഷ്യൻ തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചും പ്രവൃത്തി നയിച്ചും പെരുമാറ്റം നിജപ്പെടുത്തുകയും ചെയ്യുന്ന ധാർമ്മിക പ്രവൃത്തികളാണ് മാനുഷിക സുഹൃതങ്ങൾ. നമ്മൾ ദൈവിക പുണ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, മൗലിക പുണ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, മാനുഷിക സുഹൃതങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി. അപ്പോൾ കുട്ടികളെ, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ പുണ്യം ജീവിതം വഴി മാത്രമേ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളെ പോലെ ആകുവാനെന്നാണ്. അതായത് നമുക്ക് ആരോടും അസൂയയോ വിദ്വേഷമോ പകയോ ഒന്നും കൂടാതെ ഒരു സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നമ്മൾ ഓരോരുത്തരും നയിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയില് ദൈവരാജ്യം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവരും ദൈവരാജ്യം പണിയുന്നവരും എങ്ങനെയുള്ളവരായിരിക്കും? ദരിദ്രർ, കരുണയുള്ളവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, ഹൃദയശുദ്ധിയുള്ളവര്, അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി പീഡനങ്ങൾ ഏൽക്കുന്നവര്, കരുണയുള്ളവര്, ഇവരൊക്കെയാണ് ദൈവരാജ്യം പണിയുന്നവരും അതില് പ്രവേശിക്കുന്നവരും. പിന്നെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദൈവരാജ്യത്തിന് പ്രധാനമായും 4 മാനങ്ങളുണ്ട്. അതില് ഒന്നാമത്തത് ദൈവിക മാനം, രണ്ടാമതേയുള്ളത് മാനുഷിക മാനം, വർത്തമാനകാലമാനം, ഭാവി കാലമാനം. അങ്ങനെ പ്രധാനമായും 4 മാനങ്ങളുണ്ട്. അതില് ദൈവിക മാനം എന്ന് പറഞ്ഞാല് ദൈവരാജ്യത്തിൽ, അതായത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവരാജ്യത്തിന്റെ ദൈവികമാനം. എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ് ദൈവരാജ്യത്തിലെ ദൈവികമാനം. മാനുഷികമാനം എന്ന് പറഞ്ഞാല് ദൈവരാജ്യം ആവശ്യപ്പെടുന്ന ത്യാഗമാണ് മാനുഷികമാനം. ദൈവരാജ്യം ആവശ്യപ്പെടുന്ന ത്യാഗമാണ് മാനുഷികമാനം. അടുത്തത് എന്താണ്? വർത്തമാനകാലമാനം. വർത്തമാനകാലമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം ഇന്നും നമ്മുടെ ഇടയിൽ വളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യം ഇന്നും നമ്മളുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വർത്തമാനകാലമാനം. പിന്നെ അവസാനമായിട്ടുള്ളതാണ് ഭാവികാലമാനം. ഭാവികാലമാനം എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മൾ ജാഗ്രത പുലർത്തി ജീവിക്കേണ്ടതിനെ കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും സൂചിപ്പിക്കുന്നതാണ് ഭാവികാലമാനം. എന്താണത്? ജാഗ്രത പുലർത്തി ജീവിക്കേണ്ടതിനെ കുറിച്ചും പിന്നെയോ അന്ത്യവിധിയെക്കുറിച്ചും സൂചിപ്പിക്കുന്നതാണ് ഭാവികാലമാനം. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലേ? പ്രധാനമായും 4 മാനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൈവിക മാനം, രണ്ടാമതേയുള്ളത് മാനുഷിക മാനം, മൂന്നാമതേയുള്ളത് വർത്തമാനകാലമാനം, നാലാമതേയുള്ളത് ഭാവികാലമാനം. ഇല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു? ദൈവരാജ്യം, അതായത് താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും തന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തെയും ദൈവം അത്രയധികം സ്നേഹിച്ചിരുന്നു. അവരെ ദൈവം ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ദൈവം സ്വന്തം പുത്രനെ പോലും ഈ ലോകത്തിലേക്ക് നൽകാൻ തക്കവിധം അത്രമേൽ നമ്മൾ ഓരോരുത്തരും, അതായത് മനുഷ്യകുലത്തെയും ഈ ലോകത്തെയും സ്നേഹിച്ചു. ഏത് സുവിശേഷത്തിലാണ് അത് പറയുന്നത്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തില്. പിന്നെ യേശുനാഥൻ ഭൂമിയിലേക്ക് വരാൻ നേരത്ത് ഈ ലോകത്തിലെ മനുഷ്യോചിതമല്ലാത്ത മനോഭാവങ്ങളും പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള അവസ്ഥകളും ഒക്കെയായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. പക്ഷെ യേശുനാഥൻ വളരെയധികം വേദനയുണ്ടായി. അങ്ങനെ യേശുനാഥൻ നമ്മുടെ ഭൂമിയിൽ ദൈവരാജ്യം രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അതായത് സന്തോഷവും സമാധാനവും നീതിയും ഒക്കെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ കാൽവരിയിലെ ബലിയായി സമർപ്പിച്ചു. പിന്നെ നമ്മൾ എന്തെന്ന് പഠിച്ചു? ദൈവിക പുണ്യങ്ങൾ എത്രയുണ്ടെന്ന് പഠിച്ചു അല്ലെ? ദൈവിക പുണ്യങ്ങൾ 3. അത് ഏതൊക്കെയാണ്? വിശ്വാസം, ശരണ, ഉപവി അഥവാ സ്നേഹം. പിന്നെ നമ്മൾ പഠിച്ചു മൗലിക പുണ്യങ്ങൾ. 4. അത് ഏതൊക്കെയായിരുന്നു? വിവേകം, നീതി, ആത്മശക്തി, മിതത്വം. പിന്നെ നമ്മൾ മാനുഷിക സുഹൃതങ്ങൾ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? മനുഷ്യന്റെ ചിന്തയ്ക്കും വിശ്വാസത്തിനും അനുസൃതമായി മനുഷ്യർ തന്റെ വികാരങ്ങൾ നിയന്ത്രിച്ചും അതുപോലെ തന്നെ പ്രവൃത്തി നയിച്ചും പെരുമാറ്റം നിജപ്പെടുത്തുകയും ചെയ്യുന്ന ധാർമ്മിക പ്രവൃത്തികളാണ് മാനുഷിക സുഹൃതങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ദൈവരാജ്യം പണിയുന്നവരും അതിൽ പ്രവേശിക്കുന്നവരും എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയുള്ളവരാ?
ദരിദ്രര്, കരുണയുള്ളവര്, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവര്, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവര്, ഹൃദയശുദ്ധിയുള്ളവര്, ഇവർക്കൊക്കെയാണ് ദൈവരാജ്യത്തില് പ്രവേശനം ലഭിക്കുന്നത്. അവസാനമായി നമ്മൾ പഠിച്ചത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു. ദൈവരാജ്യത്തിന് പ്രധാനമായും 4 മാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഒന്നാമത്തേത് ദൈവിക മാനം, രണ്ടാമതേയുള്ളത് മാനുഷിക മാനം, മൂന്നാമതേയുള്ളത് വർത്തമാനകാലമാനം, നാലാമതേയുള്ളത് ഭാവി കാലമാനം. അതിൽ ദൈവിക മാനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ ശക്തിയാണ് ദൈവരാജ്യത്തിലെ ദൈവിക മാനം. മാനുഷിക മാനം എന്ന് പറയുമ്പോഴത്തേക്കും ദൈവരാജ്യം ആവശ്യപ്പെടുന്ന ത്യാഗമാണ് മാനുഷിക മാനം. ഇതോടൊപ്പം തന്നെ പഠിച്ചതാണ് വർത്തമാനകാലമാനം. വർത്തമാനകാലമാനം എന്ന് പറഞ്ഞാല് ദൈവരാജ്യം ഇന്നും നമ്മുടെ ഇടയില് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവസാനമായി ഭാവികാലമാനം. ഭാവികാലമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രത പുലർത്തി ജീവിക്കേണ്ടതിനെ കുറിച്ചും അന്ത്യവിധിയെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഭാവികാലമാനം. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ? അപ്പൊ ദൈവരാജ്യത്തിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും. എന്താണ്? സ്വർഗരാജ്യം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഹീബ്രു ഭാഷയിൽ എന്താണ് നിങ്ങൾക്ക് പറയുന്നതെന്ന് അറിയാമോ? എന്താണ് ഹീബ്രു ഭാഷയിൽ പറയുന്നത്? മൽക്കുത്ത് യാഹ്വേ. എന്തെന്നാണ് പറയുന്നത്? മൽക്കുത്ത് യാഹ്വേ. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നതാണ് ബെസ്ലേയ തൂതെവു. എന്തെന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത്? ബെസ്ലേയ തൂതെവു. ഓക്കെ, ഇത് ഞാനിപ്പോ പറഞ്ഞില്ലേ ദൈവരാജ്യത്തിന് ഹീബ്രു ഭാഷയിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 60 അതിലുണ്ട്. ദൈവരാജ്യത്തിന് ഹീബ്രുവില് മൽക്കുത്ത് യാഹ്വേ എന്നും ഗ്രീക്കിൽ ബെസ്ലിയ തൂതെവു എന്നുമാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ? അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങളുടെ പാഠപുസ്തകത്തില് 59-ാമത്തെ പേജില് ഉത്തരം കണ്ടെത്താം. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ നിലനിന്നിരുന്ന വ്യവസ്ഥിതികൾ എന്തെല്ലാമാണ്? അതിന്റെ ആൻസർ പേജ് നമ്പർ 55 സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യോചിതമല്ലാത്ത മനോഭാവങ്ങളും പ്രവർത്തനങ്ങളും വ്യവസ്ഥിതികളുമാണ് നിലനിന്നിരുന്നത്. കേട്ടോ? അതാണ് അതിന്റെ ഉത്തരം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്തിനു വേണ്ടിയാണ് യേശു തന്റെ ജീവൻ തന്നെ ബലിയായി സമർപ്പിച്ചത്? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം പേജ് നമ്പർ 56 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. സമാധാനവും പരിശുദ്ധാത്മാവിൽ നിറയുന്ന സന്തോഷവും തുടികൊട്ടുന്ന ദൈവരാജ്യം രൂപീകരിക്കാൻ യേശു തന്റെ ജീവൻ തന്നെ കാൽവരിയിൽ ബലിയായി സമർപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഇത് പേജ് നമ്പർ 57 ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ. ദൈവരാജ്യത്തിന് 4 മാനങ്ങളുണ്ട്. ദൈവിക മാനം, മാനുഷിക മാനം, വർത്തമാനകാലം മാനം, ഭാവികാലമാനം. ഇതാണ് ആ 4th ക്വസ്റ്റ്യന്റെ ആൻസർ. കൂടാതെ നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിനെ കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു പ്രവർത്തനം കൂടി ഞാൻ തരുകയാണ്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും എത്ര പ്രാവശ്യം ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കണം. കേട്ടോ? അപ്പോൾ നമ്മൾക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു നിമിഷം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, ഇത്രയും നേരം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും അങ്ങയുടെ കരുണയും സ്നേഹവും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ.